Welcome to the first episode of 18 Stories with me, Vijay Indijudan. Hi, Vijay. ഹലോ അശ്വതി. ഹായ്. എങ്ങനെ പോകുന്നു ലൈഫ് ഒക്കെ എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. കുറച്ച് തിരക്കുകളുണ്ട്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫ്രീ ആയി. ഭരണത്തിലൊക്കെ കയറിയില്ല പാർട്ടി. 2026 പൊളിറ്റിക്കൽ ഹിഡൻ അജണ്ടാസ് എങ്ങനെ പോകുന്നു? എന്തൊക്കെയാണ് പ്ലാൻ? ഹിഡൻ അജൻഡാസ് ഒന്നുമില്ല. എല്ലാം എവറിത്തിങ് ഈസ് ഔട്ട് ആൻഡ് ഓപ്പൺ. അങ്ങനെയുള്ള അജൻഡാസേ ഉള്ളൂ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കയറിയിരിക്കുന്ന ആ പൊളിറ്റിക്കൽ പാർട്ടി മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ജനങ്ങൾക്ക് കിട്ടുമെന്നുള്ള പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകും. നമ്മൾ കയറിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എന്നായിരുന്നു 4th റിസൾട്ട് ഔട്ടായത്. ഇപ്പോൾ ഏകദേശം എത്ര ഒരു 25 ഡേയ്സിലായിട്ടില്ലേ. അതിൻ്റേതായിട്ടുള്ള പക്ഷേ 25 ഡേയ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വിശ്വാസ്യതയിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെന്നാണ് ആസ് ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു യൂത്ത് ഐക്കണാണ്, അതേപോലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് യൂത്ത്സിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിങ്സ് എന്തൊക്കെയാണ്? അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയത് മുതൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ഐഡിയാസ് ഉണ്ട്, മറ്റുള്ളവരിൽ നിന്നുള്ള സജഷൻസ് ഉണ്ട്. അപ്പോൾ നല്ല നല്ല സജഷൻസ് ആണെങ്കിൽ ഐഡിയാസ് ആണെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു മൈഗ്രേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ജില്ല പത്തനംതിട്ട എന്ന് പറയുന്ന ഈ ജില്ലയിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്ത് യൂറോപ്യൻ കൺട്രീസിലേക്കും അതുപോലെ US-ലേക്കും ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ, അന്യ സംസ്ഥാനങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ഓൺലി ഫോർ എഡ്യൂക്കേഷൻ. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളൊന്ന് കെയിൻലി നമ്മളൊന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു വലിയ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അത് അവർക്കിവിടെ നാട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല അവർ പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ US-ലേക്കോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുവാൻ പരിപൂർണമായിട്ടും ഇഷ്ടമായത് കൊണ്ടല്ല. അവരുടെ നാടും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അന്യ ദേശങ്ങളിലും അന്യ സംസ്ഥാനത്തുമൊക്കെ പോയി വർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ പോയി പഠിക്കുവാനൊന്നും ഈ വിദ്യാർത്ഥികൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാം. അത് ഈ പറയുന്ന ഒരു 50% ഓഫ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ജോലി തേടി പോകുന്ന ആളുകൾക്ക് ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ബാക്കി 50% നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമുക്കും യാതൊരു വിധമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കുടുംബം രക്ഷിക്കാൻ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കിട്ടാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെയാണ് ഇവർ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അതിനെ നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താം? കേരള എന്ന് പറയുന്നത് നമ്മളെപ്പോഴൊക്കെയോ നമ്മൾ നട്ടല് വിരിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു വലിയ കാര്യമുണ്ടല്ലോ, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങളെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളായിരുന്നു. നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം, നമ്മളുടെ ക്ലൈമറ്റ്, നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളുടെ ഹെൽത്ത് സിസ്റ്റം, അങ്ങനെയുള്ള ഒരുപാട് കേരളം എന്നും മുൻപന്തിയിലാണ് എന്ന് നമ്മൾ അഹങ്കരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ പറയുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും യങ്സ്റ്റേഴ്സും യൂത്ത് ഐക്കൺസും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ അവർക്കതൊന്നും അതിൻ്റെ എല്ലാ ഗുണങ്ങളോടുകൂടി അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ്, ഒരു പ്രയാസത്തിലാണ്, ഒരു പ്രതിസന്ധിയിലാണ് അവർ ഈ പറയുന്നത് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം? ഈ പരിപൂർണമായിട്ടുള്ള ആളുകളെ ഒന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പക്ഷേ സാധിക്കത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെ എങ്ങനെ ആകർഷിച്ച് ഈ പറയുന്ന നമ്മളുടെ സിസ്റ്റം, നമ്മളുടെ ഇവിടുത്തെ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് അവർ പുതകുന്ന രീതിയിൽ, അവരെ ആകർഷിക്കുന്ന അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മളൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പോകുന്ന ഈ നാടും നാട്ടുകാരെയും വീട്ടുകാരെയും അവരുടെ കുടുംബവും ഒക്കെ വിട്ടുപോകുന്ന, പ്രയാസത്തോടു കൂടി വിട്ട് അന്യദേശങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഈ വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ ആശങ്ക അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ശരിക്കും നമ്മളൊക്കെ ഓരോ മനസ്സിലാണ്. നമ്മൾ പല കമ്മിറ്റികൾ കൂടുമ്പോഴൊക്കെ അതൊക്കെ നമ്മളെ ഐഡിയാസ് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു വാസ്റ്റായിട്ടുള്ള ഏരിയ നല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന നമുക്കൊരിക്കലും പിരിയാൻ പറ്റാത്ത ചില സുഹൃത്തുക്കൾ ഉണ്ടാവുന്നത്, പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യം കാരണം ഇവിടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവർ ജോലി ചെയ്താൽ അവന് വേണ്ട രീതിയിൽ അവൻ്റെ കുടുംബം പുലർത്തുവാൻ പോറ്റാൻ പറ്റുന്ന രീതിയിൽ അവന് ചിലപ്പോൾ ശമ്പളം കിട്ടുന്നുണ്ടാവില്ല. നമ്മളുടെ കമ്മിറ്റിയിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ ഇഷ്യൂ ആണ്. ചിലരെന്നോട് പറയും, ചേട്ടാ ഞാനിങ്ങനെ UAE-ലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം അവൻ നമ്മളുടെ ഇടത്തും വലത്തുമായിട്ടൊക്കെ നിൽക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, ഏത് ആവശ്യത്തിനും
പൊതുപ്രവർത്തന രംഗത്ത് ഈ നാട്ടിലെ നല്ല വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിരിക്കും. അവർ പോകുമെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത് പോയി രക്ഷപ്പെടട്ടെ, അവൻ്റെ കുടുംബമാണ്, അവൻ്റെ ആളുകളാണ്, അവൻ്റെ വീട്ടുകാരുണ്ടോ, അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അവന് കെട്ടിച്ചു വിടാൻ പ്രായമായിട്ടുള്ള സഹോദരിമാരുണ്ടാവാം, അവൻ്റെ അനിയന്മാർ പഠിക്കുന്നുണ്ടാവാം. പക്ഷെ അതിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവൻ്റെ ടാലൻറ്റും അവൻ്റെ ആ ഒരു വൈബ്രൻറ്റ് നേച്ചറും അവൻ്റെ ഒരു ക്യാരക്ടറും അവന് കേരളത്തിൽ സംഭാവന ചെയ്യുവാൻ പറ്റുന്ന പല കാര്യങ്ങളും അവൻ അന്യദേശത്തിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ഇവിടെ ഒരു പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചറോ എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു മിസ്മാനേജ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ മൈഗ്രേഷനെ കുറിച്ച് സംസാരിച്ചു. ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റഡ് ആയിട്ട് ഔട്ട്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബാക്ക് ടു ഹോം എന്നുള്ളൊരു സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ബാക്ക് ടു ഹോമിൽ എന്തൊക്കെ സോഷ്യൽ പോളിസീസാണ് കൊടുക്കാനായിട്ട് പോകുന്നത്? ഐ മീൻ മൈൻഡിൽ ഒരു ഇത് കാണുമല്ലോ, ഒരു കോൺസെപ്റ്റ് കാണുമല്ലോ. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ? ബാക്ക് ടു ഹോം എന്ന് പറഞ്ഞാൽ ഇവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു വലിയ പ്രശ്നമാണ്. നമുക്കിവിടെ ജോലി കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ലാക്ക് ഓഫ് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറയുന്ന നഴ്സിംഗ് കോളേജസിൻ്റെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇവിടുത്തെ നഴ്സിംഗ് കോളേജസിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കും എന്തെങ്കിലും ഗുണമുള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല ഈ വിദ്യാർത്ഥികളും ഈ ചെറുപ്പക്കാരുമൊക്കെ. ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠനം കഴിഞ്ഞ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആ പഠനവും പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് കയറാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഇവിടുത്തെ ഈ കേരളത്തിൽ എന്ത് ജോലിയാണോ കിട്ടുന്നത് ആ ജോലിക്ക് ഉതകുന്ന ശമ്പളം, അവൻ്റെ കുടുംബം പുലർത്തുവാൻ പറ്റുന്ന ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതൊന്ന്. അപ്പോൾ അവൻ ഉറപ്പായിട്ടും വിദേശത്തേക്കുള്ള എന്തെങ്കിലും ജോലി നോക്കും. അപ്പോൾ അങ്ങനെ അത് മാറ്റപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വരണം, പുതിയ പുതിയ കമ്പനീസ് വരണം, MNCs വരണം. ഇപ്പം നമുക്ക് പറ്റുന്ന നമുക്കൊരു പേരിനൊരു ഇൻഫോ പാർക്കുണ്ട്, ഒരു ടെക്നോ പാർക്കുണ്ട് ട്രിവാൻഡ്രത്തും കൊച്ചിയും പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൽ. പക്ഷേ അതല്ലാതെ തന്നെ മറ്റ് സിറ്റികളിലേക്കും വ്യാപിക്കപ്പെടുന്ന രീതിയിൽ കുറേ ഇൻഡസ്ട്രിയലൈസേഷൻ, കുറേ വ്യവസായ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പ് കമ്പനീസ് വന്നെങ്കിൽ മാത്രമേ ഈ പറയുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഈ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിൽക്കുകയുള്ളൂ. 2, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യം, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പറയുന്ന ഹൈ എൻഡ് കോളേജസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ പറയുന്ന ഞാനത് പേരെടുത്ത് പറയുന്നില്ല, ചില നമുക്കറിയാവുന്ന വളരെ വലിയ കോളേജസ് ഉണ്ടല്ലോ. ഈ ഇൻഫ്രാസ്ട്രക്ചറും ഈ പറയുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്സൊക്കെ 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചില കോളേജസ്. അതിനപ്പുറത്തേക്ക് അവിടെയൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഈ കുട്ടികൾ, ഈ പറയുന്ന വിദ്യാർത്ഥികൾ മറ്റ് കോളേജസിലേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് എത്രത്തോളം അവരുടെ കരിയർ എത്രത്തോളം സേഫാണ്, എത്രത്തോളം സേഫർ സൈഡിലാണ് അവർ, എത്രത്തോളം കംഫർട്ടബിൾ സോണിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ടത് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ടു ഹോം അവരെ ആകർഷിക്കുവാൻ പറ്റുന്ന രീതി എന്ന് പറയുന്നത് അതൊരു കേവലം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ 18 സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഈ ഒരു പോഡ്കാസ്റ്റ് സിസ്റ്റം, അവരുടെ ഒരു കമ്പനി, അവർ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, അത് ഒരുപറ്റം ചെറുപ്പക്കാർ ആഗ്രഹിച്ച് അവരുടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഈ ചെറുപ്പക്കാർ നാളുകൾ ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നാളെ വേറൊരു തലത്തിലേക്ക് ഇത് കൊണ്ടുപോകുവാൻ സാധിക്കും, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുവാൻ സാധിക്കും, ലോകമറിയുന്ന വലിയൊരു കമ്പനിയായി മാറും എന്ന ധാരണയിൽ, എന്ന ചിന്തയിൽ അവർ തുടങ്ങുന്നതാണ്. അത് ഗംഭീരമാവട്ടെ. പക്ഷേ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്സിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിന് വേണ്ട എന്തെല്ലാം സപ്പോർട്ടാണ് ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം സപ്പോർട്ടാണ് ഇതുപോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് മിഷന്, ഇതുപോലെയുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കൂടുതലായി വരികയാണെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ്, ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്പേസസ് വളരണം. നമ്മളിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും സ്പേസിനെ കുറിച്ചും എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനെ കുറിച്ചും പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ
സാങ്കേതികപരമായിട്ടും വളരെ കുറവ് ഉള്ള സ്ഥാപനങ്ങളും അത് കാരണം നമ്മുടെ ജില്ലയിൽ തന്നെ ഉള്ള ആൾക്കാരാണെങ്കിൽ മറ്റ് ജില്ലകളെ ആശ്രയിക്കുന്നുണ്ട്. സോ ഒരു യൂത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, അതായത് നമുക്ക് വെറുതെ പഠിച്ച് ഇറങ്ങുക മാത്രമല്ല, പഠിച്ചിറങ്ങിയ ഒരു സ്കിൽഡായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ജോബും എന്നുള്ളൊരു ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ്. അപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം തന്നെ എഡ്യൂക്കേഷനും കൂടി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഒരു സ്കിൽ ബേസ് ചെയ്തിട്ടുള്ള കോളേജസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും? അങ്ങനെ ചോദിച്ചാൽ അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട വലിയ മൂവ്മെൻറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ 2011 ഉണ്ടായിരുന്നൊരു സർക്കാർ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നില്ല. എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് വെച്ച് വേണമെന്നുണ്ടായിരുന്നത്. 14 ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അന്ന് സജസ്റ്റ് ചെയ്ത ഒരു ഐഡിയ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന് സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്, എല്ലാ ജില്ലകളിലും, നമ്മൾ പത്തനംതിട്ട മലയോര മേഖലയായിട്ടുള്ളൊരു ജില്ലയിൽ കോന്നി പോലെ ഒരു സ്ഥലത്ത്, കോന്നി പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ, നിയോജക മണ്ഡലത്തിൽ ഒരു മെഡിക്കൽ കോളേജ് വരിക എന്ന് പറയുന്നത് വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. വലിയൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗം. പോളിടെക്നിക് കോളേജസ് പലയിടങ്ങളിലും വന്നത് ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെയുള്ള കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഈ പറയുന്നത് പോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകൾ വന്നത് ഓരോ ജില്ലകളിലും വന്നത് ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അത് കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മളിപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന, നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾ, അവർ ഇതിന് 100% ചെയ്യേണ്ടുന്ന ഒരു വലിയ കാര്യമാണ്. അവർ മാത്രം, അവരുടെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല കേട്ടോ. നമ്മളുടെ ആസ് എ യങ്സ്റ്റർ, ആസ് എ ഒരു പൊതു സോഷ്യൽ വർക്കർ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ അതിനകത്ത് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം ആയാലും അതിനെക്കുറിച്ചുള്ള അറിവായാലും നോളജ് ആയാലും ഒക്കെ അങ്ങനെ വരുന്ന സംരംഭത്തെ, അങ്ങനെ വരുന്ന ഈ പറയുന്ന കോളേജസ് ആണെങ്കിലും എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും അങ്ങനെ വരുമ്പോൾ അതിനെ 100% സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ആസ് എ യങ്സ്റ്റർ അവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അവരാണത് ഏറ്റെടുക്കേണ്ടത്, അവരാണത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതിന് വേണ്ട എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും ചെയ്യേണ്ടത്. അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഇപ്പം നമ്മൾ കേരളം എന്ന് പറയുന്നത് ഈ ഹൈലി പൊളിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. നമ്മൾ ഒരു 25-30 അല്ലെങ്കിൽ ഒരു 40-50 വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ എത്രയോ ഡെവലപ്മെൻറ്റ്സിനെതിരെ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളുടെ പൂർവികന്മാർ. ഞാൻ പറഞ്ഞത്, ഞാനൊരു റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആരുമായിക്കോട്ടെ, ഞാനിപ്പോൾ കോൺഗ്രസ് എന്നോ ഈ പറയുന്ന CPIM എന്നോ ഈ പറയുന്ന BJP എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് നല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് വന്നപ്പോഴൊക്കെ അതിനെതിരെ സമരം ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അത് മാറ്റി അല്ലെങ്കിൽ മാറി ചിന്തിക്കപ്പെട്ടു. അപ്പോൾ അന്ന് അവർ നമ്മളുടെ പൂർവികന്മാർ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ മക്കൾ ഇന്ന് പഠിക്കുന്നതും അവരുടെയൊക്കെ മക്കൾ ജോലി ചെയ്യുന്നതും അവരുടെയൊക്കെ മക്കൾ ഈ പറയുന്ന ഗുണങ്ങൾ അനുഭവിക്കുന്നതും അന്ന് സമരം ചെയ്ത മനസ്സിലായില്ലേ, ആ കമ്പനീസിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അനുഭവിക്കുന്നവരൊക്കെയാണ്. ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഐഡിയാസും ആ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഗുണഗണങ്ങളും അനുഭവിക്കുന്നത് അവരുടെ മക്കളായിട്ടുള്ള പല ആളുകളും, ഞാൻ പറയുന്നത് ഒരു പോർഷൻ ഓഫ് ആളുകൾ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ബ്ലൈൻഡായിട്ടും ബ്ലാങ്കായിട്ടും സമരം ചെയ്യാതെ, പ്രതിഷേധിക്കാതെ, വരുന്ന നല്ല കാര്യങ്ങളെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അത് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കാര്യമാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കുക, നടത്തി കൊടുക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാവിധമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഞാനൊരു പേഴ്സണലി ആസ് എ വുമൻ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്, ജില്ലാ പ്രസിഡൻ്റാണ്, നമ്മുടെ യൂത്ത്, അതായത് വിമൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ഇംപ്ലിമെൻറ്റേഷനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ജനറലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂത്ത് കോൺഗ്രസ്സിൽ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള വിമൻ മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എഗെയിൻ റെസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, നമ്മൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന, സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കാര്യം കേവലം സാമ്പത്തികത്തിന് വേണ്ടി മാത്രം ആകരുത് എന്നുള്ളൊരു വലിയ ഒരു ആഗ്രഹമുള്ള ആളാണ്. ഞാനൊരു പിടിവാശിന്നോ ഒന്നും പറയുന്നില്ല, പക്ഷെ ഒരു ആഗ്രഹമുള്ള ആളാണ്. നമ്മൾ വർക്ക് ചെയ്ത്, നമ്മൾ സ്വയമായിട്ട് അധ്വാനിച്ച്, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലി ചെയ്ത് അതിന് ശമ്പളം കിട്ടി
പക്ഷേ ബാക്കിയുള്ള സമയം അല്ലെങ്കിൽ പാരലായിട്ട് പൊതുപ്രവർത്തനവും ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനവും നടത്തണമെന്നുള്ളൊരു ചിന്താഗതിയാണ്, ഒരാഗ്രഹമുള്ള ആളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പെൺകുട്ടികൾ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിലുള്ള പെൺകുട്ടികൾ എല്ലാവരും തന്നെ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുവാൻ സാധിക്കുന്ന, വളരെ ബ്രെഡ് ആൻഡ് ബട്ടർ വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള, സാമ്പത്തികം കിട്ടുന്ന തരത്തിലേക്കുള്ള ജോലി, അത് അവരുടെ അനിവാര്യതയാണ്, അവരുടെ അവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാവരും വർക്കിംഗ് ആയിരിക്കണം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ എങ്കിൽ പോലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നിലനിൽക്കുന്ന ഒരു തരത്തിലേക്ക് ആകണം നമ്മളുടെ എല്ലാ വിമൻ മെമ്പേഴ്സും വന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒട്ടുമിക്ക ആളുകളും, അതിനകത്തുള്ള ഒരു 90% ഓഫ് ആളുകളും വർക്ക് ചെയ്യുന്നവരാണ്, ഓരോരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ്, സ്വന്തമായി ബിസിനസ് ഉള്ളവരാണ്, സ്വന്തമായി സ്വയം തൊഴിലുള്ളവരാണ്. അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെയുള്ള മെമ്പേഴ്സ് ഉള്ളതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു കമ്മിറ്റി ആണല്ലോ ഞങ്ങളുടേന്ന് അഭിമാനിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വിമൻസിനെ അട്രാക്റ്റ് ചെയ്യുവാനായിട്ടുള്ള പദ്ധതികളെന്നില്ല, വളരെ ജനറലായിട്ടുള്ള ഒരു വളരെ കോമൺ സെൻസ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന ഞങ്ങളൊക്കെ ഒരു കാര്യം ചിന്തിച്ചിരുന്നു, ഒരു പ്രാവശ്യം യൂത്ത് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. ഈ വെൻഡിങ് മെഷീൻ പോലെ നമ്മളൊരു സാനിറ്ററി നാപ്കിൻസ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസും സജഷൻസും ഒക്കെ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഏറ്റെടുത്ത് നമ്മളത് ചെയ്താൽ എന്താണെന്നുള്ള ഒരു പറ്റും സംസാരം നമ്മുടെ വളരെ പേഴ്സണൽ കോർ കമ്മിറ്റിയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വിപുലമായി നമുക്കത് ഒരു പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ നമുക്ക് പറ്റുന്ന ഒരു മൂവ്മെൻറ്റാണത്. ഒരു ചേഞ്ചിന് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ളൊരു സംഭവമാണത്. എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് അല്ലേ. ഇപ്പോൾ ഇന്ന് ഞാനൊരു പോസ്റ്റ് വായിച്ചു, ഈ പറയുന്നത് പോലെ ആർത്തവ അവധി സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് നൽകണമെന്നുള്ളത് ഒരു വലിയ മൂവ്മെൻറ്റാണ്. 3 ദിവസം അങ്ങനെയാണ് ഞാൻ കണ്ടത്, ഒരു പോസ്റ്റ് കണ്ടതാണ്. ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ട് കെയിനിൽ പോയിട്ടില്ല. പക്ഷേ അതൊക്കെ ഒരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഗേൾസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് പോലെ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് എല്ലാ സർക്കാരുകളും അതിന് വേണ്ടി ഒരു വലിയ മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യൂത്ത് കോൺഗ്രസ്സിലേക്ക് ഒരു പെൺകുട്ടി മെമ്പർഷിപ്പ് എടുത്ത് വരുമ്പോൾ നമ്മളെല്ലാം ആദ്യം നോക്കുന്നത്, ഒരു ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും അയാൾക്ക് പറ്റുന്ന രീതിയിലുള്ള, അയാൾക്ക് പറ്റുന്ന കേപ്പബിളായിട്ടുള്ള ജോലികൾ അന്വേഷിക്കുക. അതിനുവേണ്ടി നമ്മൾ റെസ്യൂമെയും ബയോഡേറ്റയും ഒക്കെ സബ്മിറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ജോലി ചെയ്തിരിക്കണം, ശമ്പളം വാങ്ങിച്ചിരിക്കണം. അതിലൂടെ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് അവർ നിലനിൽക്കണം, ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് ഒട്ടുമിക്ക യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളും. അതൊരു ചെയ്യുന്നുമുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുമുണ്ട്. ഞാനിനി വിജയുടെ പേഴ്സണൽ ലൈഫിലോട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്? രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് അച്ഛൻ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. അച്ഛൻ രാഷ്ട്രീയക്കാരനായിരുന്നു, ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അച്ഛൻ പഴയകാല KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അച്ഛനായിരുന്നു ആദ്യത്തെ ഒരു റോൾ മോഡൽ. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടൊക്കെ നമുക്കുള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛനാണ്. എവറിത്തിങ് ഈസ് ഫ്രം ഹിം. അപ്പോൾ അച്ഛനാണ് ഇതിൻ്റെ ആദ്യത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഇട്ട് തരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അച്ഛനിലൂടെയാണ് പഠിക്കുന്നതും അത് കൊണ്ടുപോകുന്നതും. പിന്നീട് സ്കൂൾ കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ അന്ന് ഭയങ്കര എക്സൈറ്റഡ് ആവും നമ്മളിലേക്ക് സീനിയേഴ്സ് +1 10ലും +1ലും ഒക്കെ ഇരിക്കുമ്പോൾ അന്ന് നമ്മൾ ആദ്യമായിട്ട് എപ്പോഴും ഒരാൾ എക്സൈറ്റഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ബഹളം കാണുമ്പോഴും, അല്ലെങ്കിൽ ഒരു ഹീറോയിക് ഫിഗേഴ്സിനെ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടറിനെ എവിടെയെങ്കിലും കാണുമ്പോൾ എനിക്കും അതുപോലെ അയാൾ കൊള്ളാം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിന് ഏറ്റവും വലിയ ഒരു വഴി ഒരുക്കി തന്നത് ഈ സ്ട്രൈക്കുകളാണ്. അതായത് ഈ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പണ്ട് ആളുകൾ KSUവിൻ്റെ വലിയ വലിയ നേതാക്കളൊക്കെ വന്ന് സ്ട്രൈക്ക് വിളിക്കുമ്പോൾ, ഇന്ന് പഠിത്തമില്ല, ഇന്ന് പഠിപ്പ് മുടക്കാണ്, KSUവിൻ്റെ പഠിപ്പ് മുടക്കാണ്, അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഇറക്കി വിടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അവധി കിട്ടണമെന്ന് നോക്കിയിരിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 3-4-5 വിദ്യാർത്ഥികൾ, മെയിൻ ആളുകൾ വന്ന് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇവരാരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാലഘട്ടം ഉണ്ടായി. അപ്പോൾ അന്ന് പിന്നെ പതുക്കെ വായിക്കുമ്പോഴും കണ്ടറിയുമ്പോഴും പിന്നെ അച്ഛനിൽ നിന്ന് അറിയുമ്പോഴും ഒക്കെ കേരള വിദ്യാർത്ഥി യൂണിയൻ KSU രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ ആശയപരമായി നമ്മളെ കൂടുതൽ അതിലേക്ക് അടുപ്പിക്കുകയാണ്.
അന്നത്തെ സ്ട്രൈക്കുകളും കാര്യങ്ങളും ഒക്കെ പങ്കെടുത്തിരുന്നു. പക്ഷേ പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ശരിക്കും പറഞ്ഞ ഒരു ദുരനുഭവമുണ്ട് അച്ഛൻ്റെ ഭാഗത്ത് നിന്ന്. അച്ഛന് ഗ്രാജുവലി ഈ പറയുന്നത് പോലെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ലാത്തി ചാർജിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം ഉള്ളതുകൊണ്ട് കംപ്ലീറ്റായിട്ട് അമ്മ പറഞ്ഞു തരുന്ന ചില പാഠങ്ങളുണ്ടല്ലോ, അതിനകത്ത് അമ്മ പറയുന്ന ഏറ്റവും സ്ട്രിക്റ്റായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നതും നമ്മളോട് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം, അക്കാഡമിക്സ് യാതൊരു കാരണവശാലും ഉഴപ്പാൻ പാടില്ല, കംപ്ലീറ്റ് ചെയ്യണം. നീ ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്നോ അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആകണമെന്നോ അല്ല, പക്ഷേ നീ ഏറ്റെടുക്കുന്ന ആ ഒരു അക്കാഡമിക്സ് എന്ന് പറയുന്നത് നീ കംപ്ലീറ്റ് ചെയ്യണം, അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവണം. അത് ഡിഗ്രി വേണം, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. ഇത് രണ്ടും മുൻപായിട്ട് നീ നിൻ്റെ പാഷനേറ്റ് ആകുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തോളൂ, അതിനകത്തൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അപ്പോൾ KSU രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്കൂൾ കാലഘട്ടം മുതൽ ഈ 10ഉം 11ഉം +2 ഒക്കെയുള്ള കാലഘട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ട് അതിനകത്തൊക്കെ പോയി സ്ട്രൈക്കിനകത്തും ഒരു നേതൃത്വ റോളൊന്നും വഹിച്ചിട്ടില്ലെങ്കിലും അവരോടൊപ്പം നടന്ന് നീങ്ങുന്ന അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നീട് പഠിക്കാനായിട്ടുള്ള അക്കാഡമിക്സ് ഈ വീട്ടിൽ ഒരു ശാഠ്യം പിടിച്ചതുപോലെ അക്കാഡമിക്സുമായിട്ട് ശ്രദ്ധിക്കാൻ പോയി. ഡിഗ്രി എടുത്തു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു, പിന്നെ ഒരു കോർപ്പറേറ്റ് ലൈഫ് ഈ 2 വർഷം അതുമായി ബന്ധപ്പെട്ട് നിന്നു. അപ്പോഴും ഈ പറയുന്ന പോലെ അവധിക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇവിടുത്തെ സുഹൃത്തുക്കളുമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളും കാര്യങ്ങളും പൊതുപ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോയിരുന്നു. അതായിരുന്നു രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ കാര്യം. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സോഷ്യൽ ലൈഫിലാണെങ്കിലും വിജയൻ്റേതായ ഒരു സിഗ്നേച്ചർ മൂമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ ആൾക്കാരും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോരുത്തരുടെ ലൈഫിൽ ഗുഡ് മെമ്മറീസ് മാത്രമല്ലല്ലോ, ബാഡ് മെമ്മറീസും കാണുമല്ലോ. അങ്ങനെ ആണെങ്കിൽ വിജയ് ഇന്ദുചൂഡ് എന്ന് പറയുന്ന ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു മെമ്മറി, അതായത് കുറച്ച് വൂണ്ടഡ് ആയിരിക്കാം, ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ഇൻബിൽഡായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഓർമ്മയുണ്ടോ? അത് ഓഫ് കോഴ്സ് അച്ഛൻ്റെ ഒരു ട്രാജഡി ആയിരുന്നു. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട്, ഞാൻ എല്ലാവരും ഒന്നും പറയുന്നില്ല, പക്ഷേ ഒരുപാട് ആളുകൾ സ്നേഹിച്ചിരുന്ന, അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു. പ്രത്യേകിച്ചും കീ പോസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് KSUവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സമയത്ത് ഒരുപാട് ബന്ധങ്ങളുണ്ടാവും, സുഹൃത്ത് ബന്ധങ്ങളുണ്ടാവാം, സഹപ്രവർത്തകരുണ്ടാകാം. അപ്പോൾ അവരിൽ നിന്നൊക്കെ സംസാരിച്ചതിൻ്റെയും അവരെയൊക്കെ കണ്ടറിഞ്ഞതിൻ്റെയും ഭാഗമായിട്ട് അച്ഛന് ഒരു വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ കാര്യവുമായിരുന്നു, അവർക്കൊക്കെ വളരെ സ്നേഹമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചതിൻ്റെ പേരിലൊക്കെ ഒരുപാട് അച്ഛനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു 2001 അച്ഛൻ ഈ പറയുന്ന നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു 6 ഫുട്ട് 2 ഇഞ്ചസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നല്ലതുപോലെ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ലാത്തി ചാർജിൽ വീണ് പോവുക എന്ന് പറയുന്ന ഒരു വലിയ, നമ്മുടെ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എല്ലാ താളവും, അതൊരു ഇമോഷണൽ ബാലൻസിങ്ങും അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ബാലൻസിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു ഫിനാൻഷ്യൽ ബാലൻസിങ്ങും എല്ലാം അങ്ങ് തെറ്റിച്ചു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് മാത്രം നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളല്ല, മറിച്ച് നമുക്കുണ്ടാകുന്ന വീടിൻ്റെ ഒരു വലിയ പ്രതീക്ഷ, അല്ലെങ്കിൽ നാളുകളിൽ എന്തെങ്കിലും പ്രതീക്ഷ, നമ്മൾ ഒരു വലിയ ഹോപ്പ് വെച്ച് നടക്കുന്ന ഒരു സെൻട്രൽ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് വീണ് പോകുമ്പോൾ ഗ്രാജുവലി അച്ഛൻ പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ പൂർവ്വ ആരോഗ്യ സ്ഥിതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ 2001 ഉണ്ടാകുന്ന ഈ ട്രാജഡിക്ക് കാരണം ഒരു വലിയ ലാത്തിചാർജാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ടാണ്, അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ അതുണ്ടായതിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ അച്ഛനെയാണ്, അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് ഭർത്താവിനെയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരുപാട് നാളുകളിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും, അല്ലെങ്കിൽ നാളുകളിൽ ഈ കുടുംബം രക്ഷപ്പെടും എന്നുള്ള വലിയൊരു ഹോപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി. അത് ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് അച്ഛൻ ഒരിക്കലും പിന്നീട് അതിലേക്ക് തിരിച്ചു വന്നിട്ടില്ല, ആ ഒരു പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഗ്രാജുവലി ഭയങ്കരമായി അച്ഛനെ പിന്നെ സ്പോണ്ടിലൈറ്റിസ് ബാധിച്ചു, ദേഹം ഭയങ്കരമായിട്ട് സ്റ്റിഫായി, കഴുത്ത് സ്റ്റിഫായി, കൈകൾ സ്റ്റിഫായി. അങ്ങനെ പോകുന്ന ഏകദേശം ഒരു 16 വർഷ കാലയളവിൽ, ആ 16 വർഷ കാലയളവിൽ ഗ്രാജുവലി ഒരു മനുഷ്യൻ എങ്ങനെ താഴേക്ക് പോകാമോ, ഭയങ്കരമായി വീക്കൻ ചെയ്തു പോകാമോ, അങ്ങനെ അച്ഛൻ പോവുകയായിരുന്നു. അത് നമുക്ക് ഭയങ്കരമായി ആ മാറ്റം
നമുക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ ഹൈറ്റിൽ നിൽക്കുക, ഒരു പ്രൈം ടൈമിൽ നമ്മൾ നിന്നിട്ട് ഒരു പീക്ക് ടൈമിൽ നമ്മൾ നിന്നിട്ട് പെട്ടെന്ന് ഗ്രാജുവലി, ഞാൻ പീക്ക് ടൈം എന്ന് പറഞ്ഞത് ഒരു പക്ഷേ നമ്മളൊന്ന് റിസർച്ച് ചെയ്താൽ മനസ്സിലാവും, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ട് അച്ഛന് തിളങ്ങാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒരു പക്ഷേ പോയിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ലീഡേഴ്സും സംസാരിച്ചിട്ടുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് ആയിരുന്നു എന്ന് തന്നെ സംസാരിച്ചിട്ടുള്ള നേതാക്കളുണ്ട്, പ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് സഹപ്രവർത്തകർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ലാതെ നമുക്കും കണ്ടറിവുണ്ടല്ലോ, നമ്മളും കുറേയൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അമ്മയിൽ നിന്നുള്ള അറിവുണ്ട്. ഞാൻ അത്യാവശ്യം അച്ഛൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് നല്ല തിരിച്ചറിവിൻ്റെ പ്രായമുണ്ട്. ഞാൻ ആ ഒരു കാലത്ത് ഞാൻ 8th-ലോ 9th-ലോ പഠിക്കുകയാണ്. അപ്പോൾ ആ സമയം നല്ല അറിവുള്ള ഓർമ്മയുള്ള നാളുകളാണ്. അപ്പം അതുകൊണ്ട് ഒരു പീക്ക് ടൈമിൽ, ഒരു പ്രൈം ടൈമിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഗ്രാജുവലി ഒരു ലാത്തി ചാർജിൻ്റെ പേരിൽ ഗ്രാജുവലി അത് എല്ലാം നഷ്ടപ്പെട്ട്, കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായിരുന്ന ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ട് താഴേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ട്രാജഡി ആയിരുന്നു അത്. പിന്നീട് മനസ്സിലായില്ല, അദ്ദേഹത്തിനെ ഞാൻ പല വിധത്തിലും തിരിച്ചു കൊണ്ടുവരാൻ നോക്കിയിട്ടും അതൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് പല ഫാക്ടേഴ്സാണത്, പല ഘടകങ്ങളാണ്. ആരോഗ്യം അതിന് അനുവദിക്കുമായിരുന്നില്ല, സാമ്പത്തികം അതിന് അനുവദിക്കുമായിരുന്നില്ല, ഇമോഷണൽ ഒരു ഭയങ്കരമായ ഡാമേജ് പറ്റി, കുടുംബത്തിൻ്റെ സ്ഥിതി അതേ രീതിയിൽ ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോയി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നു. എനിക്കൊരു അനിയനോടുണ്ട്. ഞാൻ 8th-ലോ 9th-ലോ 10th-ലോ പഠിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം അത് തിരിച്ചു കൊണ്ടുവരാൻ ഇനിയും പഠനം കിടക്കുന്നതേ ഉള്ളൂ. ഡിഗ്രി ചെയ്യണം, അല്ലെ +1 +2 കഴിയണം, ഡിഗ്രി ചെയ്യണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. അതൊക്കെ അങ്ങനെ പഠനത്തിൻ്റെ ഒരു വലിയ കാലയളവ് കിടക്കുകയാണ്. ഒരു 10 വർഷത്തോളം വീണ്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അനിയന് വീണ്ടും ഒരു 10-15 വർഷം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അമ്മയ്ക്കൊന്നും ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചപ്പോഴത്തേനും ഒരു വലിയ ട്രാജഡി അങ്ങനെ സംഭവിച്ചത് ഇമോഷണലി ഞങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് സ്കാറ്റേഡ് ആയിപ്പോയി ഞങ്ങൾ. ഇമോഷണൽ സിറ്റുവേഷനെ കുറിച്ച് സംസാരിച്ച്, അപ്പം ഇനി വരാനുള്ള യൂത്ത്സാണ്. അപ്പോൾ നമ്മൾ യൂത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് പേഴ്സണലി നോക്കുമ്പോൾ മനസ്സിലാക്കാം. അപ്പം ഇനി വരാനിരിക്കുന്ന യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികളായിട്ട് വരാനിരിക്കുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഒരു അഡ്വൈസ് ഒക്കെ കൊടുക്കണോ? അങ്ങനെ കൊടുക്കാനുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ നിലപാടുമായി നമ്മൾ കംപ്ലീറ്റായിട്ട് യോജിച്ച് പോവുക എന്നുള്ളതുള്ളൂ. നമുക്ക് കുറേയൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ സംഭവിക്കാം നമ്മളൊരു ഒരു സ്റ്റാൻഡിൻ്റെ പേര്. പക്ഷേ ഇൻ ദി ലോങ് റൺ അതിനകത്തൊരു നമുക്ക് നമ്മളെ അംഗീകരിക്കപ്പെടുവാൻ ആളുകൾ ഉണ്ടാവുമെന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഒരു വലിയ സത്യം. ആദ്യം അതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ നീ എന്താണ് ചെയ്യുന്നത്, നീ ഇതിങ്ങനെ ചെയ്യരുത്, നീ കുറച്ചുകൂടെയൊക്കെ ഒരു ഡിപ്ലോമസി കാണിക്കണം, ഡിപ്ലോമാറ്റിക് ആവണം. പക്ഷേ അത് അന്ധമാകരുത്. ബ്ലൈൻഡായിട്ട് നമ്മൾ എന്ത് തെറ്റ് കണ്ടാലും സുഖിപ്പിക്കുക എന്നുള്ള തരത്തിലേക്കൊന്നും പോകരുത്. നമ്മളൊരു മനുഷ്യനെ വേദനിപ്പിക്കാതെ ഏറ്റെടുക്കുന്ന ഡിപ്ലോമാറ്റിക് നേച്ചറൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരാളെ സുഖിപ്പിക്കുന്നതിന്, ഒരാളെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ പേരിൽ മറ്റ് 10 പേർക്ക് ദുഃഖം വരുന്ന രീതിയിൽ നമ്മൾ ഡിപ്ലോമസി കൈക്കൊള്ളരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിലപാടുകൾ ചിലത് തെറ്റാണ് എന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അത് തെറ്റാണെന്ന് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക. പിന്നീട് ഒരു സമൂഹത്തിന് തന്നെ ചിലപ്പോൾ മനസ്സിലായേക്കാം അവൻ പറഞ്ഞത് ശരിയായിരുന്നു, അവൻ പറഞ്ഞ ഇത് തെറ്റ് തന്നെയായിരുന്നു എന്ന് മനസ്സിലായി. ഇത് അച്ഛനിൽ നിന്ന് പഠിച്ചതാണ്. പിന്നെ അങ്ങനെ ഒരു അഡ്വൈസ് ഒന്നും കൊടുക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിത്തിരിച്ചു, പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ചു. അത് പക്ഷേ കേവലം സാമ്പത്തികം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു മെഷീനായി കാണരുത്. പാരലലി ഇൻഡിപെൻഡൻ്റായിട്ട് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു 10 പേര് അറിയാവുന്ന, 10 പേര് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ജോലി നമ്മളുടെ കൈകളിലേക്കൊരു സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ രാഷ്ട്രീയവും പൊതുപ്രവർത്തന രംഗവും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപാധിയായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളത് പരിപൂർണമായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ അങ്ങനെ വേണം. അത് അല്ലെങ്കിൽ നാളുകളിൽ അതിനൊരു ചീത്തപ്പേരുണ്ടാകുമെന്നുള്ളത് 100% ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, സോഷ്യൽ പോളിസീസിനെ കുറിച്ചും ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പം ഇനിയും വരാനുള്ളത്
പറഞ്ഞു കഴിഞ്ഞാൽ 2026 തൊട്ട് ഒരു വൻ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുമുണ്ട്, ഇത് യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഭാവിയിലേക്കുള്ള ഒരു റൂട്ട് വേ ആയിട്ട് നമുക്ക് ഈ ഒരു കോൺഗ്രസിന് മുന്നേറ്റിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. മാറ്റങ്ങളെന്ന് ഫസ്റ്റ് മാറ്റം എന്തായിരുന്നു? ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇപ്പോൾ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളൊരു വളരെ ബേസിക് ആയിട്ടൊരു കാര്യം എടുക്കാം നമുക്ക്. കഴിഞ്ഞ സർക്കാരിൻ്റെ സമര കാലഘട്ടത്തിൽ ഇപ്പം നമ്മളുടെ ഒരു കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് ആലപ്പുഴ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിഭീകരമായി ഈ പറയുന്ന CMൻ്റെ ഗൺമാന്മാരെ ഇറങ്ങി മർദ്ദിച്ചതൊരു വലിയ വാർത്തയായിരുന്നു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CMൻ്റെ ഗൺമാന്മാർ അവർ ഈ പറയുന്നത് പോലെ യാതൊരു വിധമായിട്ടുള്ള പ്രകോപനവും, സമരങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ സർവ്വസാധാരണമായി എതിർപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അതിനെ ഡീൽ ചെയ്യേണ്ട ഒരു മുറയുണ്ടല്ലോ, ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പോലീസ് മുറയുണ്ടല്ലോ. ആ മുറകൾക്കൊക്കെ വിപരീതമായി ഒരു മൂന്നാം മുറ പ്രയോഗിച്ച ചില പോലീസുകാർ, ഗൺമാന്മാർ ഒരിക്കലും CMൻ്റെ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ എസ്കോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ പറയുന്ന ഞങ്ങളുടെ നേതാക്കളെ ഒന്നും അടിക്കേണ്ട യാതൊരു വിധമായിട്ടുള്ള പ്രകോപനങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്തതിനെ പിന്നീട് ഒരു വർഷമുണ്ടായ ഒരു സർക്കാർ സപ്രസ് ചെയ്ത് വെക്കുകയും യാതൊരു വിധമായിട്ടുള്ള കേസുകളും അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിലപാടുകളും എടുക്കാതെ അവരെ സംരക്ഷിച്ചു പോയിരുന്ന ചില ആളുകളെ, ഞാൻ പറയുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകളെ, അവർക്ക് നീതി ലഭിക്കേണ്ട ഈ പറയുന്ന കേരള വിദ്യാർത്ഥി, ഞാൻ പറയുന്നത് എഗെയിൻ റെസ്പെക്റ്റീവ് ഓഫ് പാർട്ടി, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, അത് SFIക്കാരായിക്കോട്ടെ, KSUക്കാരായിക്കോട്ടെ, ഇനി നാളുകൾ ABVPക്കാരായിക്കോട്ടെ. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ KSUക്കാരായിരുന്നു ഈ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനത്തുണ്ടായിരുന്നത്. ഇവരെയാണ് അതിഭീകരമായി നിഷ്ഠൂരമായി ഈ പറയുന്ന CMൻ്റെ എസ്കോട്ടും മർദ്ദിച്ചത്. നീതി ലഭിക്കേണ്ട ആളുകളാരായിരുന്നു? ഈ പറയുന്ന പാർട്ടിക്കാരായിരുന്നു. പക്ഷേ ഏകദേശം 1 വർഷം 1.5 വർഷം ഉണ്ടായിരുന്ന സർക്കാർ അതിനെ ഭയങ്കരമായി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്റ്റ് ചെയ്ത് തലയ്ക്കടിച്ച് പൊട്ടിച്ചിട്ട് പോലും ഈ പറയുന്ന ഇറങ്ങി വന്ന് ഒരു കടയ്ക്ക് നമ്മളെല്ലാം കണ്ടതാണ്, നിങ്ങളടക്കം ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ പുതിയൊരു സർക്കാർ കയറിയപ്പോൾ ആ ഒരു യങ്സ്റ്ററിനെ, ആ പറയുന്ന ഈ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഞങ്ങളുടെ ആ വിദ്യാർത്ഥി നേതാവിനെ എങ്ങനെയാണ് പരിഗണിച്ചത്? അദ്ദേഹം MLA ആണ്, ആലപ്പുഴയുടെ MLA ആണ്, നിയമസഭാ സാമാജികനാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹപ്രവർത്തകരെ ഈ പാർട്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് എങ്ങനെയാണ്? ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ടുള്ള ആ പറയുന്നത് പോലെ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടാണ് നൽകുന്നത്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന നവീൻ ബാബു കൊലക്കേസ് നമ്മളുടെ നാട്ടിൽ നടന്നൊരു വിഷയമാണ്. ആ പറയുന്ന നവീൻ ബാബുവിൻ്റെ കൊലക്കേസ് CBIക്ക് വിടാതെ എത്ര നാൾ സർക്കാർ ഇങ്ങനെ, ഞാൻ സർക്കാരിനെ അടച്ചാക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അതിനെ മറ്റൊരു പാർട്ടിയെ കുറ്റം പറയുകയല്ല. എത്രയോ നാളുകൾ ഇങ്ങനെ ആ പറയുന്ന ഒരു കേസ് ഇന്ന് ഒരു പുതിയ വിധിയിലേക്ക് പോവുകയാണ്. എന്താ പറയുക, വേറൊരു കൈമാറ്റത്തിലേക്ക് പോവുകയാണ്. CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അത് പുതിയൊരു തലത്തിലേക്ക് ആ നവീൻ ബാബു കൊലക്കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന യങ്സ്റ്റേഴ്സിനെ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്ന ഞങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന പ്രസിഡൻ്റാണ് ഇന്ന് കേരളത്തിൻ്റെ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി. അതൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എത്രയോ യങ്സ്റ്റേഴ്സ്, ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം ഒരു 17 പേരോളം ഇന്ന് നിയമസഭാ സാമാജികരായി 40, 42, 43 വയസ്സിന് താഴെയുള്ള ആളുകൾ ഇന്ന് ഈ സർക്കാരിൻ്റെ ഭാഗമാണ്, മന്ത്രിമാരായിട്ടും MLAമാരായിട്ടും ഉള്ള ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വേണം നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കണം. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വലിയ പ്രതീക്ഷയല്ല. ഞാൻ പറയുന്നത്, ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്ന ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാണെന്ന് പറയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നിയമസഭയുടെ, കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ നിൽക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള ആളുകൾ നമുക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിത്തിരിക്കുവാൻ വലിയ പ്രതീക്ഷകളാണ് സർക്കാർ തരുന്നത്. അപ്പോൾ അങ്ങനെ വേണം. ആ ഒരു മാറ്റമുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടുകയുള്ളൂ. സർക്കാർ നേർവഴിയിൽ തന്നെയാണ് എന്ന് പരിപൂർണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാളുകളിൽ ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ, എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അതിനകത്ത് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിക്കുന്ന സംഘടനാ സംവിധാനം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകുമെന്ന് കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മൾ പൊളിറ്റിക്കൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു, ഫാമിലി ലൈഫിനെ കുറിച്ച്
നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലിയിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, ഒരു ബ്രദറുണ്ട്, അയാളിപ്പോൾ ബാംഗ്ലൂരാണ്. വൈഫ് കോണ്ടൻറ് റൈറ്ററാണ്. അയാൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യും. ഓക്കെ. വിജയ്ക്ക് സ്വന്തമായിട്ട് പേഴ്സണൽ ലൈഫിൽ എൻ്റർടൈനിങ് അതല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന പ്രധാന ഫാക്ട്സ് എന്തൊക്കെയാണ് ലൈഫിൽ? അങ്ങനെ ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഹോബീസ് ആണെങ്കിൽ ലൈക്ക് സിനിമ കാണാറുണ്ട്. പക്ഷെ വായനയ്ക്ക് ഒരു സമയം വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ കുറവാണ്. പിന്നെ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഒരു സോഷ്യലൈസിങ് ഫ്രണ്ട്സുമായിട്ടുള്ള, അതാണ് നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമെന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ രാവിലെ ഈ പറയുന്ന പൊതുപ്രവർത്തന രംഗത്തേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ പിന്നീട് നമ്മളുടെ ആ ഒരു ദിവസം കഴിയുന്നത് വരെയും നമ്മൾ സുഹൃത്തുക്കളോടൊപ്പവും സഹപ്രവർത്തകരോടൊപ്പം ഒക്കെ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സോഷ്യലൈസിങ് ഒരു വലിയ ഫാക്ടറാണ് ഇതിനകത്ത്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തിലും ഈ സോഷ്യലൈസിങ് ആണ് അവരുടെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൽ നിന്ന് ഈ പറയുന്ന ഇടവേളകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കിതൊക്കെയാണ്. ഞാൻ കുറേ മൂവീസൊക്കെ കാണാറുണ്ട്. എന്തെങ്കിലും സീരീസൊക്കെ ആണെങ്കിൽ അതുമായിട്ട് അത് ഫോളോ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പോകും. പിന്നെ അതാണ് മെയിൻ കാര്യങ്ങൾ, അതൊക്കെയാണ്. അല്ലാതെ വേറെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ചേച്ചിയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ പാട്ട് പാടാറുണ്ടോ? പാട്ട് ആരെയും കേൾപ്പിക്കാതെ പാടാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പാട്ടുകളേ ഉള്ളൂ, പാട്ടുകാരനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പാട്ട്. അപ്പം ഞാൻ അശ്വതിനോട് ചോദിച്ചുകൊണ്ട് അശ്വതി പാടുവാണെങ്കിൽ എന്നോടൊരു പാട്ട് പാടാം. അയ്യോ, അപ്പം ഒരു ലീഡറാണ്. അപ്പം ലീഡറിനെ ഇഷ്ടം പോലെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു എന്റർടൈൻമെന്റിന് അവർക്ക് വേണ്ടി പാടാം എന്നുള്ളതാണ്. പക്ഷേ അശ്വതി പാടുകയാണെങ്കിൽ എന്നോട് പാടാമെന്ന് പറഞ്ഞത് നോക്കാം. ഞാൻ പാട്ടങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മ്യൂസിക് ഉണ്ടോ? പാട്ടുകളൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഒരുപാട് ഈ പറയുന്ന പോലെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കൂടുതലും മെലഡീസ്, ഈ പഴയ ജോൺസൺ മാഷിൻ്റെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതലും ഫോളോ ചെയ്യാറുള്ളത്. അതിനകത്തൊക്കെയുള്ള സ്ഥിരമായി കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് നോക്കട്ടെ. നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമെഴും മതിരാസവമാ ഇളമാനിണ നിൻ കുളിർമാറിൽ സഖി തരളാർദ്രമിതാ തലചായ്ക്കുകയായി വരു സുന്ദരിയൻ മലർശയ്യയിതിൽ പവിഴം പോൽ പവിഴാധരം പോൽ. മതി. താങ്ക് യു വിജയ്. കാരണം ഇത്രയും നല്ലൊരു പാട്ടുകാരനാണ്. പാട്ടുകാരൻ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു ഓണ്ടർപ്രണറാണ്. അതിലുപരി നമ്മളൊന്നും അറിയാത്ത വിജയ് ഒരു ആക്ടിങ് മേഖലയിൽ കൈവച്ചിട്ടുള്ള ആളും കൂടിയാണ്. തിയേറ്റർ വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഉപരി ഫിലിമിലും വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് കൂടി. ഞാൻ നാടകങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബോംബെയിലാണ്. അങ്ങനെ അതൊക്കെ പഠനമൊക്കെ അതിൻ്റെ ഭാഗമായി ബോംബെയിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അന്ന് തിയേറ്ററിൽ ആക്റ്റീവായിരുന്നു. കോളേജ് ടൈമിൽ തിയേറ്ററിൽ ആക്റ്റീവായിരുന്നു. അപ്പോൾ അന്ന് പറയുന്നത് പോലെ ഒരു ബ്രിഡ്ജിങ് ഗ്യാപ്സ് എന്ന് പറയുന്ന ഒരു അമച്വർ തിയേറ്ററിൻ്റെ കൂടെ ഒരുപാട് നാൾ അവർ പ്ലേ ചെയ്തിരുന്നത് ഈ പറയുന്ന ഷേക്സ്പിയറിയൻ പ്ലേസാണ്. അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ എന്ന രീതിയിൽ ഞങ്ങളൊരു പ്ലേ സെറ്റ് ചെയ്യുകയും അതിനകത്തെ ഒരു ക്യാരക്ടർ ഷൈലോക്ക് എന്ന് പറയുന്ന മേഴ്സൻ്റ് ഓഫ് വെനീസിലെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ള മെയിൻ ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ആക്ച്വലി മുംബൈയിലും ഒരുപാട് കളിച്ചിട്ടുണ്ട്. മറ്റുള്ള പ്രദേശങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നാട്ടിലേക്ക് വന്ന് ട്രിവാൻഡ്രത്ത് കുറച്ച് നാൾ തിയേറ്ററുമായി വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ തിയേറ്റർ എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഭാഗമായിരുന്നു തിയേറ്റർ എന്നും.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സിനിമയിലേക്കൊക്കെ വർക്ക് ചെയ്യാനൊക്കെ കയറിയതും. പിന്നെ കുറച്ച് വർക്ക്സ് അവിടെ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ സിനിമകളിൽ വലിയ അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും ആളുകൾ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്. വലിയ ഒരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു വലിയ ഒരു ഒരു മേഖലയാണത്. ആക്ടിങ് കരിയർ ലൈഫ് ഇനിയും മുമ്പോട്ട് യാത്രകൾ ഒരുപാട് സഞ്ചരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പേരിലേക്ക് ഒരു ഐക്കോണിക് ലീഡറായിട്ടും ഒരുപാട് കോൺട്രിബ്യൂഷൻസും നമ്മൾ സംസാരിച്ച പോലെ 18 സ്റ്റോറീസിൽ നമ്മുടെ ടോക്ക് തുടങ്ങിയപ്പോൾ തന്നെ യൂത്ത് ഐക്കണിക് ഫിഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം ബാക്ക് ടു ഹോം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു പുതിയൊരു ആസ്പെക്റ്റ് ഇട്ടുകൊണ്ട് നമ്മുടെ ഈ ഷോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുവാണ് 18 സ്റ്റോറീസ്. ആൻഡ് താങ്ക്സ് ഫോർ വിത്ത് അസ് 18 സ്റ്റോറീസ് വിജയ്. ആൻഡ് പിന്നെ അതിലുപരി 18 സ്റ്റോറീസിൻ്റെ കോ പാർട്ട്നേഴ്സായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഹണിഡേയുടെ മെമ്പേഴ്സാണ്. താങ്ക് യു ഫോർ ദെയർ കോൺട്രിബ്യൂഷൻസ് ആൻഡ് ഫോർ ദെയർ സ്റ്റാർട്ടപ്പ്. താങ്ക് യു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ 18 സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഞാൻ വന്ന് കണ്ടപ്പോൾ ഇവരെന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ, ഈ പറയുന്ന പോലെ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പറ്റം ചെറുപ്പക്കാരെ കാണാൻ സാധിച്ചു. അവർ പറഞ്ഞതുപോലെ 18 സ്റ്റോറീസ് എന്ന് പറയുന്നൊരു പുതിയ മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ പോഡ്കാസ്റ്റാണ്, ചേട്ടനെത്തണം എന്നുള്ള തരത്തിലേക്ക് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നി. കാരണം ഒരു വലിയ ഒരു ഫിയറുണ്ട് അവർക്കുള്ളിൽ. അത് ഇഗ്നേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവിധമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവട്ടെ. 18 സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു വലിയ വിഷനായി മാറട്ടെ. നാളുകളിൽ ഈ പറയുന്ന പൊതുസമൂഹത്തിൽ വലിയ വലിയ പേരുകളാകട്ടെ നിങ്ങൾ ഓരോരുത്തരും എന്ന് ഈ അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നോട് തുടങ്ങി തന്നെ പറഞ്ഞിരുന്നു, ഞാനിത് വെറുതെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ കഴിച്ചിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഹണി ഡിപ്ഡ് ഇതാണ്, പിന്നെ ഹണി ഡേ അല്ലേ, ഹണി ഡേ ഗംഭീരമായിട്ടുണ്ട്, നല്ല സാധനമാണ്. ഇതും ഒരു സ്റ്റാർട്ടപ്പാണ് അല്ലേ, അവരുടെ ഒരു സ്റ്റാർട്ടപ്പാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഇൻ ദി ലോങ് റൺ. ഈ പബ്ലിക്കിൽ ഈ പൊതുസമൂഹത്തിൽ വലിയ വലിയ പേരുകളാകട്ടെ ഈ പറയുന്ന സംരംഭകർ. താങ്ക് യു സോ മച്ച്.